പൊട്ടറ്റോ ഫ്രൈ ആണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ പല രീതിയിൽ ചെയ്തേക്കാറുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റിലെ ഒരു ഫ്രൈ ആണ്. ഫ്രൈ ആയാലും നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇതുപോലെ ഒരു പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന എളുപ്പമാണ്. നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെയാണ് ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നത്. അത് പറയുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പൊട്ടറ്റോ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെയുള്ള ബേബി പൊട്ടറ്റോസ് ആണ്. ഈ ബേബി പൊട്ടറ്റോസ് ഇതുപോലെ ചെറുതായിരിക്കും. ഷോപ്പിംഗ് മാളുകളിൽ ഇതുപോലെ തന്നെ നമുക്ക്, അതായത് സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ ചെറുതായിട്ടുള്ള ബേബി പൊട്ടറ്റോസ് കിട്ടും. ഒരു പാത്രം നിറച്ച വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. കുക്കറിൽ വേവിക്കേണ്ട. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് ഉടഞ്ഞ് പോകും. നമുക്ക് അങ്ങനെയല്ല, ഇതിൻ്റെ തോലൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തുറന്ന് നമ്മൾ വെച്ച് വേവിക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും ചെറിയ പൊട്ടലുള്ളൂ, അല്ലാതെ മറ്റു തൊലികളൊന്നും പൊട്ടിപ്പോയിട്ടില്ല. തൊലിയോട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇനി ഇതുപോലെ വീതിയുള്ള കത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുത്തിട്ട് ഓരോ ഉരുളക്കിഴങ്ങും എടുത്ത് വെക്കുക. ഇത് മുകളിലേക്ക് വെച്ചിട്ട് പ്രസ് കൊടുത്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം മീൻ വറുക്കുന്ന പോലെ നല്ല അത്യാവശ്യം കനത്തിൽ ഇതാക്കി കാണുന്ന പോലെ നല്ലൊരു ഷേപ്പായ രീതിയിൽ തോലോട് തന്നെ കിട്ടും. തോല് കളയാൻ പാടില്ല. ഇതുപോലെയാണ് എല്ലാം ചെയ്തെടുക്കുക. കാരണം തോല് ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അതൊന്നും ഉണ്ടാവുമില്ല. ഇതുപോലെ നമ്മളെടുത്ത് വെച്ചിട്ട് എല്ലാ ഉരുളക്കിഴങ്ങും തോലോട് തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കുക. ഇതുപോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ മസാലക്കൂടി തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ പറയുന്നത് കുരുമുളക് പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതായത് 10 ഐറ്റംസ് ഉണ്ട്. ഈ 10 ഐറ്റംസ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ മിക്സിങ്ങിൽ കറക്റ്റായി വരുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഓരോ ഉടച്ചെടുത്താതെ ചതച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നമ്മൾ മസാല കൂട്ടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ മുഴുവൻ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു പാൻ എടുക്കുക. പാനിലേക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വേപ്പിലയും ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിം മാത്രം മതി, ഹൈ ഫ്ലെയിം ആവശ്യമില്ല. ഇനി ഇതുപോലെ ഓരോ മസാല പുരട്ടിയിട്ടുള്ള ഓരോ പൊട്ടറ്റോവും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചേർക്കാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് മാത്രം മതി, ആ മസാലയ്ക്കൊന്ന് കറക്റ്റായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം. ഇത് സാധാരണ നമ്മൾ അധികം ചെയ്യാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ സാധിക്കും. പെട്ടെന്ന് പൊട്ടറ്റോ ഫ്രൈ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ഇഷ്ടം തോന്നില്ല. എന്നാൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ടേസ്റ്റ് കൂട്ടാൻ 1-2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടി ചെയ്യണം, എങ്കിൽ മാത്രമേ കുറച്ചുകൂടി ടേസ്റ്റ് ആവുള്ളൂ. അല്ലാതെയും ചെയ്യാൻ സാധിക്കും, എങ്കിലും അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് മറിച്ച് നോക്കാം. 2 സ്ഥലങ്ങളും നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ തന്നെ ഇളം ചൂടോട് തന്നെ കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നല്ല സൂപ്പറായിട്ടൊരു പൊട്ടറ്റോ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മുതിർന്നൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക റെസിപ്പി ആയിട്ടുള്ളതാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി മറ്റൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിന് ഉള്ളിലേക്ക് നമ്മളൊരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ ബട്ടർ മുഴുവനൊന്നും മെൽറ്റായിട്ട് വരണം. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, ഇതിൻ്റെ മെൽറ്റായി വന്നതിന് ശേഷം ഇത് മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്ന ഈ പൊട്ടറ്റോ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കും. ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുക്കുക. ബട്ടർ കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഈ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് 2 മിനിറ്റ് വെച്ചാൽ മതി. തിരിച്ചു മറിച്ച് മൊത്തം ഒരു 3 മിനിറ്റ് മതി. അതിലേക്ക് തന്നെ ഇതുപോലെ ബീൻസ് നമ്മൾ നീളത്തിൽ ഉപ്പിലിട്ട് വെച്ച ബീൻസ്, ഉപ്പിലിട്ട് കഴുകിയെടുത്ത ബീൻസാണ്. അല്പം ഉപ്പുണ്ടാവും. മറ്റുള്ള വെജിറ്റബിൾസും ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം സെർവ് ചെയ്യാൻ നല്ലൊരു ഡിഷാണ്. ഇതിന് പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കണ്ട, നമ്മൾ ഉപ്പിൽ അല്പം വിട്ട് വെച്ച് വെള്ളത്തിൽ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക, ഇതുപോലെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ ഫ്രൈയും. അതുപോലെ കൂടെ ബീൻസും കഴിക്കാൻ വേണ്ടി ബീൻസോ ക്യാപ്സിക്കമോ ക്യാബേജോ ഏത് വേണം ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. വെജിറ്റബിൾസ് തന്നെ നല്ലൊരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.